ഗുരുതരമായ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന 2000 ജൂൺ മാസത്തിലുണ്ടായ മരണാസന്ന അനുഭവത്തെപ്പറ്റിയും ക്രിസ്തുവിനെ നേരിൽ കണ്ടതിനെപ്പറ്റിയും പ്രശസ്ത ബൈബിൾ പണ്ഡിതൻ ഫാദർ ഡോക്ടർ മൈക്കൽ കാരിമറ്റം മനസ്സ് തുറക്കുന്നു. 1997 അവസാനമായപ്പോഴേക്കും എൻ്റെ തലശ്ശേരിയിലെ ബൈബിൾ അപ്പോസ്റ്റലേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. തലശ്ശേരിയിൽ നിന്ന് മാറണമെന്ന് പിതാവ് ആവശ്യപ്പെട്ടിരുന്നു. കാരണം 10-15 വർഷമായി ഇത്രയും കാലം ദീർഘകാലം ഒരാൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നത് ശരിയല്ല എന്നവർക്ക് തോന്നിയിട്ട് എനിക്കൊരു ട്രാൻസ്ഫർ തന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് തലശ്ശേരിയിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് 2 സ്ഥലത്തു നിന്ന് ഓഫർ വരികയാണ്. അപ്പോൾ ഡിവൈൻ ബൈബിൾ കോളേജ് ആരംഭിക്കണം, തൃശ്ശൂർ സെമിനാരി പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രണ്ടും ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഡിവൈനിൽ താമസിച്ചുകൊണ്ട് സെമിനാരിലും ക്ലാസ് എടുക്കുക, അപ്പോൾ ഫുൾ ടൈം ക്ലാസ് എടുക്കേണ്ട കാര്യമല്ലോ സെമിനാരിലാവുമ്പോൾ, അല്ലെങ്കിൽ സെമിനാരി താമസിച്ചുകൊണ്ട് ഡിവൈനിൽ പോയി ക്ലാസ് എടുക്കുക. ഞാൻ വലിയ പിതാവായിട്ട് സംസാരിച്ചു. പിതാവ് ഞാനാണ് ഡിവൈനിലേക്ക് പോയിക്കുള്ളൂ, അതായിരിക്കും വെച്ചാൽ നമ്മൾ ഡിവൈനിൽ താമസിച്ചുകൊണ്ട് ഡിവൈനിൽ ബൈബിൾ കോളേജ് സംഘടിപ്പിക്കുക. അതിനുശേഷം ആവശ്യമുള്ളതുപോലെ തൃശ്ശൂർ സെമിനാരിയിൽ ക്ലാസ് എടുക്കുക. അങ്ങനെ 97 അവസാനമാകുമ്പോൾ ഞാൻ തലശ്ശേരിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചെന്ന് പറയാനില്ല, പക്ഷേ വിട്ടു. എൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. ഞാൻ എഴുതി വെച്ചിരുന്ന പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങളെല്ലാം ഇവിടുന്ന് മാറ്റി ഡിവൈനുകാരെ ഏൽപ്പിച്ചു. അവരതിൻ്റെ കാശും തന്നു. ഇങ്ങനെ 97 ഡിസംബറോടുകൂടി എൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. പിന്നെ ഒരു പുതിയ മേഖലയിലേക്ക് തുറക്കുകയാണ്. അത് തുടങ്ങുന്ന ഡിവൈനിലാണ്, സെമിനാരിയുമായിട്ട് ബന്ധപ്പെടുകയാണ്. ഇപ്പോൾ ഡിവൈനിൽ വന്നു. അപ്പോൾ അച്ഛനന്ന് പറഞ്ഞിരുന്നു ബൈബിൾ കോളേജ് ആരംഭിക്കണം. ബൈബിൾ കോളേജിൽ എങ്ങനെയാണ് നടത്തുന്നത്? ബൈബിൾ പഠിക്കുക, 6 ആഴ്ച കൊണ്ട് ബൈബിളിനെക്കുറിച്ച് പൊതുവായൊരു അവയർനെസ് ഉണ്ടാകണം. ഇപ്പോൾ ജനറൽ ഇൻട്രൊഡക്ഷൻ കിട്ടണം, അത്യാവശ്യ കാര്യങ്ങൾ പൊതുവായിട്ട് പഠിക്കണം. അപ്പോൾ അതിന് പറ്റുന്ന ആൾക്കാരെ ഞാൻ കണ്ടുപിടിച്ചു. ആൾക്കാർ അവർ പഠിച്ചിട്ടുള്ള അച്ഛന്മാരുണ്ടായിരുന്നു. പലരുടെയും സഹായം തേടി. അപ്പോൾ ഡിവൈനിൽ താമസിച്ചുകൊണ്ട് ജനുവരി അപ്പം അതിന് മുമ്പ് തന്നെ ഈ പോട്ട ആശ്രമത്തിൽ നിന്ന് തന്നെ ആവശ്യപ്പെട്ട് ബൈബിൾ കോളേജ് ഞാൻ പഠിപ്പിച്ചിരുന്നു. അന്നൊരു അവിടുത്തെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ട് ബൈബിള് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു 2 ദിവസം ദീർഘിക്കുന്ന ബൈബിൾ ക്ലാസ്സുകൾ ഇങ്ങനെ സംഘടിപ്പിച്ചിരുന്നു. ഒരുപാട് ആൾക്കാർ വന്നു, താല്പര്യമായി. അപ്പോൾ എനിക്കും ഇതിനോട് സാവകാശം ഈ സ്തുതിപ്പിൻ്റെ അർത്ഥം മനസ്സിലാകാൻ തുടങ്ങി. അത് ദൈവത്തെ സ്തുതിക്കുന്നു, ഹല്ലേലൂയ പാടുന്നു, ബൈബിളിലെ ഉച്ചത്തിൽ സ്തുതിക്കുന്നത് ഞാൻ പറയുന്നതാണ്. എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് ഇവരുമായിട്ട് ഇടപഴകുമ്പോഴത്തേക്കും വരങ്ങൾക്കും ദാനങ്ങൾക്കും അർത്ഥമുണ്ട്, സ്തുതിപ്പിനർത്ഥമുണ്ട്, ഹല്ലേലൂയ അർത്ഥമുണ്ട്. എൻ്റെ സയൻറ്റിഫിക് സ്റ്റഡി മാത്രമല്ല ആവശ്യമെന്ന് ബോധ്യമായി. അങ്ങനെ ഫോട്ടോയിൽ വെച്ച് ഞാൻ ബൈബിൾ ക്ലാസ് എടുത്തു. അവർക്ക് താല്പര്യമായി. ഈ പശ്ചാത്തലത്തിലാണ് എന്നെ ഡിവൈനിലേക്ക് ക്ഷണിക്കുക. ഇപ്പോൾ ഡിവൈൻ ജനുവരി മാസം 1-ാം തീയതി ഞങ്ങൾ ബൈബിൾ കോളേജ് ആരംഭിക്കുന്നു. 6 ആഴ്ചത്തെ കോഴ്സാണ്. അപ്പം ബൈബിൾ മൊത്തമായിട്ട് പഠിക്കും. അതിനിടയ്ക്ക് പലരുടെയും സഹായം ഉണ്ടായിരുന്നു. അപ്പം ബൈബിളിനെക്കുറിച്ച് മൊത്തമായൊരു അവയർനെസ് കൊടുക്കുക. ഇപ്പം ബൈബിൾ പഠിപ്പിക്കുന്നതിൻ്റെ ആവശ്യകത. ഇപ്പോൾ അന്ന് ഞാൻ ഓർക്കുന്നു, ആദ്യത്തെ ബാച്ചിൽ 650 പേരുണ്ടായിരുന്നു. ഞാനിവിടെ 15 കൊല്ലം പഠിപ്പിച്ചിട്ട് എനിക്ക് 350 പേരാണ്. ഞാൻ ഡിവൈനിൽ ചെന്ന് ആദ്യത്തെ 6 ആഴ്ചയിൽ 650 പേരുണ്ടായി. അതിനുശേഷം വീണ്ടും ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. മലയാളം കഴിഞ്ഞ് 1 കൊല്ലം കഴിയുമ്പോഴേക്കും മലയാളമല്ല, നമുക്ക് ഇംഗ്ലീഷ് കൂടി തുടങ്ങിക്കൂടാ. അപ്പോൾ ഇംഗ്ലീഷായി. 250-300 ആൾക്കാർ വീതം ഓരോ ബാച്ചിലും ഉണ്ടായിരുന്നു, ഇംഗ്ലീഷും മലയാളം. അതങ്ങനെ 2 കൊല്ലം പോയി. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ബൈബിൾ ക്ലാസ് താമസിച്ചുകൊണ്ടാണ്. അതിനകത്ത് എനിക്കല്പം ആദ്യത്തെ ബാച്ചിൽ ഒരു 80 വയസ്സായ കാരണവരുണ്ടായിരുന്നു. ഒരു 12-13 വയസ്സുള്ള പയ്യനുണ്ടായിരുന്നു. എഴുത്തും വായനയും ഒട്ടും വായിക്കാൻ അറിയാൻ പാടാത്ത ആൾക്കാരുണ്ടായിരുന്നു. PhD കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഒരു കൊലപാതക കേസിൽ പെട്ട ഓമന എൻ്റെ അകത്തുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എല്ലാ തരത്തിലും, പോലീസും ക്രിമിനൽസും പിള്ളേരും കാരണവന്മാരും വിദ്യാഭ്യാസം, ഡോക്ടേഴ്സും പ്രൊഫസേഴ്സും ഒന്നും അറിയാൻ പാടില്ലാത്തത്. ഇതൊരു വല്ലാത്തൊരു ലോകമായിരുന്നു അത് ആദ്യ ബാച്ചിൽ. അത് പിന്നെ തുടർന്നു. അപ്പം ഈ ആർക്കും മനസ്സിലാവുന്ന ഭാഷയാണ് ബൈബിളിൻ്റേത്. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. എന്നെ ഒത്തിരി ആൾക്കാർ സഹായിച്ചു. അങ്ങനെ ബൈബിൾ ക്ലാസ്സുകൾ തുടർന്നു. അത് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ ഈ ബൈബിൾ പഠിച്ചാൽ മാത്രം പോലുള്ളൂ, അത് പ്രാക്ടീസ് ചെയ്യാനാണ് അവരെ കൊടുക്കേണ്ടത്. 2-3 ആക്ടിവിറ്റീസ് ഞങ്ങൾ ഉണ്ടാക്കി. ഒന്ന്, ഇവർക്ക് ഈ ഒരു സുവനീർ പോലെ പബ്ലിഷ് ചെയ്യുക. എല്ലാവരെയും കൊണ്ടും എഴുതിക്കും. എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് അത് പബ്ലിഷ് ചെയ്യാവുന്നുണ്ട്.
അപ്പോൾ എഴുതാനായിട്ട് പരിശീലിക്കുക. 2 അവർക്ക് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അവർക്ക് ഗ്രൂപ്പ് ചർച്ചയുണ്ട്, ഗ്രൂപ്പ് സ്റ്റഡി, ഗ്രൂപ്പ് ഡിസ്കഷൻ. അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് പ്രസംഗം പറയിക്കും, പ്രസംഗ പരിശീലനമുണ്ട്. അതിനുശേഷം ഇവരെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പുറത്തേക്ക് വിടും, എവിടെയെങ്കിലും പോയി. അത് ഒരിക്കലും വിട്ടത് ഈ വൃദ്ധമന്ദിരങ്ങൾ തേടിയാണ്. അവിടെ പോയി കാണുക, എന്തെങ്കിലും പറയുക, ശുശ്രൂഷ ചെയ്യുക. വേറൊരിക്കൽ ടൗണിലേക്ക് വിടും. നിങ്ങൾ എവിടെയെങ്കിലും പോയി 2 പേരോടെങ്കിലും സുവിശേഷം പറയണം നിർബന്ധമായിട്ട്. എന്താണെന്ന് അറിയില്ല, നിങ്ങളറിയാവുന്ന സുവിശേഷം പറഞ്ഞിട്ട് പോലും എല്ലാവരും പറഞ്ഞു വിട്ട്. അപ്പോൾ ഇങ്ങനെ സുവിശേഷ പ്രഘോഷണം, ശുശ്രൂഷ അതൊരു വലിയ വിജയമായിരുന്നു എന്നൊക്കെ ഒത്തിരി താല്പര്യമായി. അത് ഫസ്റ്റ് മാച്ച് തുടങ്ങി, അതങ്ങനെ അങ്ങ് തുടർന്നു. അത് അങ്ങനെ തുടർന്ന് 2000 ആണ്ട് വരെ പോയി. അത് കഴിയുമ്പോഴാണ് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇത് ആക്ടിവിറ്റി വളരെ സജീവമായിരുന്നു. എനിക്ക് ഒത്തിരി താല്പര്യമുണ്ടായിരുന്നു. രാവിലെ ഒരു 6 മണിക്ക് സ്റ്റേജിൽ കയറിയാൽ രാത്രി 10:30 അവിടെ നിന്ന് പോവുക. 6 മണി സ്റ്റേജിൽ കയറണം, മിനിമം 5 മണിയാകുമ്പോഴേക്കും എണീക്കണം. അപ്പോൾ അതിലേക്ക് വേറെ വിശ്രമമൊന്നുമില്ല. ഇതിങ്ങനെ ഒരു അശ്രാന്തമായ ഒരു ജോലിയായിരുന്നു. പക്ഷേ ഞാനവിടെ നിന്ന് പോരുമ്പോഴത്തേക്ക് 5000 സ്റ്റുഡൻസ് അതിലേക്ക് കടന്നുപോയി. അതിനുശേഷമാണ് ഒരു ക്രിട്ടിക്കൽ പ്രശ്നം ഉണ്ടാകുന്നത്. എനിക്ക് ബ്രെയിൻ ഡാമേജായി, പ്രശ്നങ്ങളായി, ഓവർ ആക്ടിവിറ്റി ഇടാം, റെസ്റ്റില്ലാത്തതുകൊണ്ടാകാം, ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ടായി, അവസാനം ഓപ്പറേഷൻ വേണ്ടി വന്നു. ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, മരിച്ചു എന്നുള്ള അവസ്ഥയിലൂടെ കടന്നുപോയി. 2000 മെയ് മാസത്തിലാണ് എനിക്ക് ബ്രെയിനിന് ഓപ്പറേഷൻ വരിക. ബ്രെയിൻ കാണാൻ തലയിലോട്ട ബ്രെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വിജയിച്ചു എന്ന് കരുതി എൻ്റെ പെങ്ങളുടെ ഡോക്ടറാണ് അന്ന് ഒരു ഗൂഡല്ലൂർ അവിടെ ഹോസ്പിറ്റലിലെ സിസ്റ്ററാണ്. ഗൂഡല്ലൂർ ഹോസ്പിറ്റൽ ഡോക്ടറാണ്. ഡോക്ടറെ അടുത്ത് ഞാൻ പോയി വിശ്രമിച്ചു. 1 മാസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ തല വണ്ടിയെ മുട്ടി, തലയിളകി. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, പ്രഷർ കണ്ടമാനം കൂടി. ഹാർട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം കാലത്തെ. അന്ന് വൈകുന്നേരം ഞാനൊരുമാതിരി മരിച്ച അവസ്ഥയിലായി. അപ്പോൾ ഈ ബ്രെയിനിൽ ഇത് വന്നതോടുകൂടി സംഗതി പ്രശ്നമായി. വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോഴേക്കും ഞാൻ AC റൂമിലാണ് കിടക്കുന്നത്. പെട്ടെന്ന് എനിക്ക് ശരീരമാകെ ഒരുമാതിരി ഉള്ളിൽ നിന്ന് വിയർക്കുന്നുകൊണ്ട് തണുപ്പും വിയർപ്പും ഒരുമിച്ച്. എന്താണെന്നറിയാൻ പാടില്ല, വല്ലാത്തൊരവസ്ഥ. ഞങ്ങളോട് ഞാൻ പറഞ്ഞു എന്തോ പ്രശ്നങ്ങളുണ്ട്. പുള്ളി കണ്ണ് തുറന്ന് നോക്കി, എന്തോ പ്രയാസമുണ്ടെന്ന് തോന്നി. ഡോക്ടർ ജോർജ് കോവൂർ ന്യൂറോ സർജനാണ് തന്നെ ഓപ്പറേറ്റ് ചെയ്തത്. ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്നു, കണ്ണ് തുറന്ന് നോക്കി. അത്രയും ഞാൻ കേട്ടു. കൈവിട്ടു പോയെന്നാണ് തോന്നുന്നത്. ആരെയെങ്കിലും അറിയിക്കാനായിട്ട് അറിയിച്ചോളൂ, അത്രയും ഞാൻ കേട്ടു. അത് 2000 ജൂൺ 20-ആം തീയതിയാണ്. കാരണം എൻ്റെ ചാച്ചൻ മരിച്ച ജൂൺ 21-ആം തീയതിയാണ്. അതിൻ്റെ തലേ ദിവസമായ സംഭവം നടക്കുന്നത്, ജൂൺ 20. പിന്നെ ഉണ്ടായത് വേറൊരു ലോകമാണ്. കൈവിട്ടു പോയി എന്ന് തോന്നുന്നു പറഞ്ഞു. പിന്നെ ഞാൻ കാണുന്നത് വേറൊരു ലോകമാണ്. മുമ്പിൽ ആകെ ഒരു പ്രകാശം, മേഘം പോലെ. ബാക്കിയൊന്നും എനിക്കറിയാൻ പാടില്ല, ഒന്നും കേൾക്കുന്നുമില്ല, എവിടെയാണെന്ന് അറിയാൻ പാടില്ല. ആ മേഘം സാവകാശം ഒരു മനുഷ്യൻ രൂപത്തിലായി. യേശുവാണ്. ഒരു ശബ്ദം ഞാൻ കേട്ടു. എവിടെ നിന്നാണെന്ന് അറിയാൻ പാടില്ല, ഉള്ളിലാണോ പുറത്താണോ. വളരെ വ്യക്തമായിട്ട് ശക്തമായ ശബ്ദം. യു ആർ വെൽക്കം ഹോം, യു ആർ വെൽക്കം ഹോം. ഇംഗ്ലീഷിലാണ് നിർത്തിയ പറയുക, വീട്ടിലേക്ക് സ്വാഗതം. അതായിരുന്നു അവസാനം. എത്ര സമയം പോയെന്നറിയില്ല. ഞാൻ പിന്നെ കണ്ണു തുറക്കുമ്പോൾ മണി 6:30 3.5 മണിക്കൂർ നേരം എടുത്തു. ആ ഒരു അനുഭവമായിരുന്നു. അതാണ് എനിക്കൊന്ന് ഡിവൈൻ ബൈബിൾ കോളേജിൻ്റെ അവസാനത്തെ അനുഭവം. യു ആർ വെൽക്കം ഹോം. അതാണ് ഇപ്പം മരണമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി വീട്ടിലേക്ക് പോകലാണ്. ഇതുവരെ പഠിപ്പിച്ചതെല്ലാം വ്യക്തമാണ്, തമ്പുരാൻ അടുക്കിലേക്ക് പോവുക. പക്ഷേ പിന്നീട് മനസ്സിലായ സമയം ഇനി ആയിട്ടില്ല. അതിനുശേഷം തിരിച്ചു വന്നു, ട്രീറ്റ്മെൻറ്റ് നടത്തി. ഞാൻ ആപ്പാട് ഡിപ്രസ്ഡായി. കുറേയേറെ കാലം 2 വർഷത്തോളം ഡിവൈനിൽ തന്നെ കഴിഞ്ഞു. അതിനുശേഷമാണ് സാവകാശം മാറി സെമിനാരിലേക്ക് വരിക. സെമിനാരിലേക്ക് വന്നത് വേറൊരു കഥയാണ്.